السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇമാം ബുഖാരി റഹിമഹുള്ളാഹിയുടെ അൽ അദബുൽ മുഫ്രദ് എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ കഴിഞ്ഞ ദിവസത്തിൽ നാം വായിച്ചുകൊണ്ടിരുന്ന ബാബ് മുഅ്മിൻ ഒരു ആക്ഷേപവാക്കുകൾ പറയുന്ന, ശാപവാക്കുകൾ പറയുന്ന ഒരാളാവുകയില്ല എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ് നമ്മൾ വായിച്ചത്. രണ്ട് ഹദീസുകൾ നമ്മൾ വായിച്ചു ബാബിലെ അടുത്ത ഹദീസ് عن عبد الله بن مسعود عن النبي صلى الله عليه وسلم قال ليس المؤمن بالطعان ولا لعان ولا الفاحش ولا البذيء. ഒരു മുഅ്മിൻ ആവുകയില്ല. ലൈസൽ മുഅ്മിൻ ബിത്തആൻ, ആക്ഷേപവാക്കുകൾ പറയുന്നവനാവുകയില്ല. വലൽ ലആൻ, ശാപവാക്കുകൾ, പരസ്പരം ശപിക്കുന്ന വാക്കുകൾ പറയുന്നവനാവുകയില്ല. വലൽ ഫാഹിഷ്, മ്ലേച്ഛമായിട്ടുള്ള വ്യഭിചാരത്തിലേക്ക് നയിക്കുന്ന അതുപോലെയുള്ള സംസാരങ്ങൾ സംസാരിക്കുന്നവനാവുകയില്ല. വലൽ ബദീ, ബദി എന്ന് പറഞ്ഞാൽ സംസാരത്തിൽ പരിചയപ്പെടുന്ന എല്ലാ മ്ലേച്ഛമായ സംസാരങ്ങളും, അതൊക്കെ ബദിയിൽ ഉൾക്കൊള്ളും. അങ്ങനെയുള്ള സംസാരങ്ങളും സംസാരിക്കുന്നവനാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു മുസ്ലിം അവന്റെ നാവിനെ ഏറ്റവും നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുന്നവനായിരിക്കും. അവൻ എന്താണ് പറയുന്നത് എന്ന് കൃത്യമായി ആലോചിച്ച് നല്ല വാക്കുകൾ മാത്രം സംസാരിക്കുന്നവനായിരിക്കും ഒരു മുസ്ലിം. ഇതുപോലെയുള്ള മ്ലേച്ഛതകളും അതുപോലെ തന്നെ ശാപവാക്കുകളും ആക്ഷേപങ്ങളും ചീത്തവിളികളും തെറിവിളികളും ഒന്നും ഒരു മുഅ്മിനിന്റെ നാവിൽ നിന്ന് വായിൽ നിന്ന് വരികയില്ല. നമ്മൾ ഓരോരുത്തരും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത ഹദീസ് عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال لا ينبغي لذي الوجهين أن يكون أمينا. ഒരിക്കലും ആവുകയില്ല, ഇരട്ട മുഖമുള്ള ഒരുത്തൻ വിശ്വസ്തനാവുകയില്ല. ഇരട്ട മുഖം എന്ന് പറഞ്ഞാൽ ഇരുമുഖം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കൂട്ടരുടെ അടുക്കൽ പോയി കഴിഞ്ഞാൽ അവരുടെ ആളാണ്, അവരുടെ അഭിപ്രായങ്ങളാണെന്ന് പറയുകയും അവരോടൊപ്പം നിൽക്കുകയും, മറ്റൊരു കൂട്ടരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആളാണ്, അവരുടെ ആളല്ല നിങ്ങളുടെ ആളാണെന്ന് പറയുന്ന മുനാഫിഖീങ്ങളുടെ അടയാളമായിട്ടുള്ള കാര്യമാണ് ഈ ഇരട്ട മുഖം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും എന്താവില്ല, വിശ്വസ്തനാവുകയില്ല, ഒരു കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നവനാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിഖീങ്ങളെ പറ്റി പറയുന്നിടത്ത് സൂറത്തുൽ ബഖറയിലെ 14-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വഇദാ ലഖുൽ ലദീന ആമനു ഖാലു ആമന്നാ. മുനാഫിഖീങ്ങൾ മുഅ്മിനീങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങളിതാ വിശ്വാസികളാണ് എന്ന് പറയും. വഇദാ ഖലൂ ഇലാ ശയാത്തീനിഹിം, അവരവരുടെ പിശാചുക്കളോടൊപ്പമായാൽ അഥവാ കുഫാറുകളുടെയും അവരുടെ കൂട്ടാളികളോടൊപ്പമായാൽ ഖാലു ഇന്നാ മഅകും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ, അവർ പറയും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉള്ളവരാണ്, ഞങ്ങൾ അവരെ കളിയാക്കുകയായിരുന്നു എന്ന് അവർ പറയും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇരട്ട മുഖം ഉണ്ടാവുക എന്നുള്ളത് മുഅ്മിന് യോജിച്ചതല്ല. അത് മാത്രമല്ല, അങ്ങനെയുള്ളവൻ വിശ്വസ്തനായി തീരുന്ന, ഒരു കാര്യത്തിലും വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരാളായിട്ട് മാറുകയില്ല. അങ്ങനെ സ്വഭാവം മുസ്ലിമിന് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ വിശ്വസിക്കാനും കൊള്ളില്ല. അവന്റെ വാക്കിലോ അവന്റെ പ്രവർത്തനത്തിലോ ഒന്നിലും തന്നെ അവന്റെ വിശ്വസ്തത കാത്തുസൂക്ഷിക്കാത്തവനായിരിക്കും. عن عبد الله بن مسعود رضي الله عنه قال الأم أخلاق المؤمن الفحش. മുഅ്മിനിന് ഏറ്റവും ആക്ഷേപാർഹമായിട്ടുള്ള അല്ലെങ്കിൽ മോശപ്പെട്ട
സ്വഭാവങ്ങൾ അഥവാ അല്ലുമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പിശുക്ക്, അതുപോലെ തന്നെ മാന്യതയ്ക്ക് യോജിക്കാത്ത കാര്യങ്ങൾ, അതുപോലെ തന്നെ മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെ അതിലൊക്കെ മുഴുകുന്ന ഒരാളാവുക എന്നുള്ളത് അത് ഫഹ്ഷിന്റെ അടയാളമാണ്. അങ്ങേയറ്റത്തെ മ്ലേച്ഛതയുടെ അടയാളമാണ് ഒരു മുഅ്മിൻ ഇതുപോലെയുള്ള മോശം സ്വഭാവങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസാരങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നരകത്തിൽ അധിക ആളുകളും കിടക്കാൻ കാരണമാകുന്ന ഒരു കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ് നാവ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നാവ് കൊണ്ട് നമ്മളിൽ വരുന്ന സംസാരം പലപ്പോഴും നമ്മൾ സാധാരണഗതിയിലല്ല അത് പുറത്തേക്ക് വരിക. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ, ഒരു വഴക്കുണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോൾ ആ സമയത്താണ് നമ്മൾ നിയന്ത്രണം വിട്ടുപോവുക. നമുക്ക് ഒരു കുഴപ്പമില്ലാത്തൊരു സമയത്ത് ഒരാളും എന്ത് ചെയ്യില്ല, മോശപ്പെട്ട സംസാരങ്ങളൊന്നും വരില്ല. അങ്ങനെയല്ല, ആ സംസാരം പറയാൻ പ്രേരണ ഏകുന്ന ഒരു സമയത്ത് അതിനെ പിടിച്ചു വെക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവന്റെ ഈമാനിന്റെ അടയാളമായിട്ട് അത് മാറുന്നത്. അടുത്ത ബാബുൽ ലഅൻ, നേരത്തെ ബാബു തആൻ എന്നുള്ളത് പറഞ്ഞു, ബാബു ലൈസൽ മുഅ്മിനു ബിത്തആൻ എന്ന് പറഞ്ഞു. ഇവിടെ ബാബുൽ ലഅൻ, ശാപവാക്കുകൾ പറയുന്നവനല്ല എന്നുള്ളത് അതേ ആശയം തന്നെ. عن أبي الدرداء رضي الله عنه قال قال النبي صلى الله عليه وسلم صلى الله عليه وسلم പറഞ്ഞു إن اللعانين لا يكونون يوم القيامة شهداء ولا شفعاء. ശപിക്കുന്ന ആളുകൾ, ശാപവാക്കുകൾ പറയുന്ന ആളുകൾ ലാ യകൂനൂൻ, അവരാവുകയില്ല യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ശുഹദാഅ വലാ ശുഫആഅ, സാക്ഷികളാവുകയില്ല, അതുപോലെ തന്നെ ശുപാർശകരാവുകയുമില്ല എന്നുള്ളത്. നാളെ പരലോകത്ത് ഓരോ ഉമ്മത്തും വരുന്ന സമയത്ത്, ഓരോ സമൂഹങ്ങൾ വരുന്ന സമയത്ത് അവർക്ക് സാക്ഷികളായിട്ട് നബിമാർ അവരൊപ്പം ഉണ്ടാവും, അവരുടെ സാക്ഷികളായിട്ട്. എന്നാൽ ആ നബിമാരെ നിഷേധിച്ച ആളുകൾ, ആ ആളുകളും നബിയും വരുന്ന സമയത്തുള്ള ചില ചോദ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹദീസിൽ കാണാം, യജീഉൻ നബിയു വമഅഹു റജുലാൻ വയജീഉൻ നബിയു വമഅഹു സലാസ വഅക്സറു മിൻ ദാലിക വഅഖൽ. നാളെ പരലോകത്ത് ഓരോ നബിമാർ വരും. ചിലപ്പോൾ ഒരു നബിയുടെ ഒപ്പം 2 ആളെ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 3 ആളെ ഉണ്ടാവുള്ളൂ വിശ്വസിച്ചവര്, ചിലപ്പോൾ അതിൽ കൂടുതലോ കുറവോ ഉണ്ടാവും. അവരോട് ചോദിക്കപ്പെടും, ഹൽ ബല്ലഗ്ത ഖൗമക്, അവരുടെ കൂട്ടത്തിൽ ആ നബിയോട് ചോദിക്കപ്പെടും, നീ നിന്റെ ഖൗമിനെ അറിയിച്ചു കൊടുത്തോ, നിന്റെ ഖൗമിന് അല്ലാഹു തആല അറിയിക്കാൻ പറഞ്ഞത് അറിയിച്ചു കൊടുത്തോ എന്ന് ചോദിക്കും. ഫയഖൂൽ, അപ്പോൾ നബി പറയും നഅം, എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയും. ഫയുദ്ആ ഖൗമുഹു, അങ്ങനെ ആ സമൂഹത്തെ വിളിക്കും. ഫയുഖാലു, അവരോട് ചോദിക്കും, ഹൽ ബല്ലഗഹും ഹാദാ, നിങ്ങൾക്ക് ഈ നബി നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ടോ, എത്തിച്ചു തന്നിട്ടുണ്ടോ ചോദിക്കും. ഫയഖൂലൂൻ, അപ്പൊ ആ ഖൗം പറയില്ല, എത്തിച്ചു തന്നിട്ടില്ല, കളവ് പറയും. ഫയുഖാൽ മൻ ഷഹിദ ലക്, അങ്ങനെ നബിയോട് ചോദിക്കും, നിനക്ക് ആരാ സാക്ഷിയായിട്ടുള്ളത് ചോദിക്കും. ഫയഖൂൽ, അപ്പോ നബി പറയും, മുഹമ്മദുൻ വ ഉമ്മത്തുഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ ഉമ്മത്തുമാണ് എനിക്ക് സാക്ഷിയായിട്ടുള്ളത് എന്ന് നൂഹ് നബി അലൈഹിസ്സലാം മുതലുള്ള നബിമാരിൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയും. ഫതുദ്ആ ഉമ്മത്തു മുഹമ്മദ്, അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ വിളിക്കപ്പെടും, അതായത് നമ്മളൊക്കെ വിളിക്കപ്പെടും. ഫയുഖാൽ ഹൽ ബല്ലഗ ഹാദാ, എന്നിട്ട് ചോദിക്കും, ഈ നബി ഈ ഖൗമിന് അറിയിച്ചു കൊടുത്തിട്ടുണ്ടോ, എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ ചോദിക്കും. ആരോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നിയോഗിച്ച നബിമാരുടെ കാര്യം ആരോട് ചോദിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനോട് ചോദിക്കും. ഫയഖൂലൂൻ, ഉമ്മത്ത് പറയും നഅം, എത്തിച്ചു കൊടുത്തിട്ട് പറയും. ഫയഖൂൽ, അവരോട് വീണ്ടും ചോദിക്കും, വമാ ഇൽമുക്കും ബിദാലിക്, നിങ്ങൾക്ക് എങ്ങനെയാണ് അതറിഞ്ഞത്, നിങ്ങൾ എങ്ങനെയാണ് അതറിഞ്ഞത് ചോദിക്കും. അപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത് പറയും, ഫയഖൂലൂൻ അഖ്ബറനാ നബിയുനാ ബിദാലിക് അന്ന الرسل قد بلغوا وصدقناه, ഞങ്ങളുടെ റസൂല് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്, ഓരോ നബിമാരും ഈ സമൂഹത്തിനെ അറിയിച്ചിട്ടുണ്ട്, ആ നബി പറഞ്ഞത് ഞങ്ങൾ സത്യപ്പെടുത്തിയതാണെന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് പാരായണം ചെയ്തു. സൂറത്തുൽ ബഖറയിലെ 143-ാമത്തെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫദാലികും ഖൗലുഹു, അതാണ് ഈ ആയത്ത്. وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا. റസൂൽ നിങ്ങളുടെ മേലെ സാക്ഷിയായിരിക്കും, നിങ്ങൾ മറ്റുള്ള സമൂഹത്തിന് മേലെ സാക്ഷിയായിരിക്കും.
അപ്പൊ ഇങ്ങനെ മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് എല്ലാവരുടെ മേലെയും സാക്ഷിയാകുന്ന സമയത്ത് ശാപവാക്കുകൾ പറയുന്ന ആളുകൾ അവരെന്താവില്ല, അവരവിടെ സാക്ഷികളായി അവർക്ക് നിൽക്കാൻ സാധിക്കുകയില്ല. ശപിക്കുന്ന വാക്കുകൾ പറയുന്ന ആളുകൾ അവിടെ സാക്ഷികളായി ഉണ്ടാവുകയില്ല എന്ന് പിന്നെ ഈ ഹദീസിനെ വിശദീകരിക്കുന്ന നേരത്തെ ഉലമാക്കൾ പറഞ്ഞു. അതുപോലെ തന്നെ ശുഫആകളും, ശുഫആ എന്ന് പറഞ്ഞാൽ ശുപാർശകൾ. നാളെ മുഅ്മിനീങ്ങളിൽപ്പെട്ട സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, അതുപോലെ ആളുകൾ ശുഫാക്കളായിട്ട് ശുപാർശകളായിട്ടുണ്ടാകും. മറ്റുള്ള മുഅ്മിനീങ്ങൾക്ക് തൗഹീദുള്ളവർക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അതുപോലെ തന്നെ സ്വർഗത്തിൽ ദറജ ഉയരാൻ എല്ലാം ശഫാഅത്തുണ്ട്. അങ്ങനെ ശുപാർശകരായിട്ടും ശാപവാക്കുകൾ പറയുന്ന ആളുകൾ ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ അറിയിക്കുക. നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചില ആളുകളിൽ ഇങ്ങനൊരു സ്വഭാവം കാണാം, ധാരാളം ശാപവാക്കുകൾ പറയുന്ന ഒരു രീതി, അത് പാടില്ലാത്തതാണ്. അടുത്ത ഹദീസ് عن أبي هريرة رضي الله عنه قال قال النبي صلى الله عليه وسلم لا ينبغي للصديق أن يكون لعانا. ഒരു സിദ്ദീഖിന് യോജിച്ചതല്ല അവൻ ശാപവാക്കുകൾ പറയുന്ന ശപിക്കുന്നവനാവുക എന്നുള്ളത്. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ ഒരു അടിമയ്ക്ക് ഈ ലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ എത്തിച്ചേരാവുന്നതിൽ അവന് നേടിയെടുക്കാവുന്ന സ്ഥാനങ്ങളിൽ ഏറ്റവും ഉന്നതമായതാണ്. ഏറ്റവും ഉന്നതമായ സ്ഥാനം റസൂലുകളും നബിമാരുമാണ്. പക്ഷെ അതൊരാൾക്ക് അവന്റെ അമല് കൊണ്ടോ അവന്റെ ഈമാൻ കൊണ്ടോ നേടിയെടുക്കാൻ പറ്റൂല. അത് അള്ളാഹു തിരഞ്ഞെടുക്കണം. ഒരാളുടെ ഈമാൻ കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും നേടിയെടുക്കാൻ പറ്റുന്നതിൽ ഉന്നതമായിട്ടുള്ള സ്ഥാനം എന്ന് പറഞ്ഞാൽ അത് സിദ്ദീഖിന്റെ സ്ഥാനമാണ്, സിദ്ദീഖാവുക എന്നുള്ളതാണ്. അങ്ങനെ സിദ്ദീഖാകുന്ന ആളുകൾക്ക് യോജിച്ചിട്ടുള്ള കാര്യമല്ല അവൻ ശാപവാക്കുകൾ പറയുന്ന ഒരാളായി മാറുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഒരിക്കലും സിദ്ദീഖുള്ള ഒരാൾക്ക് യോജിച്ചിട്ടുള്ള കാര്യമല്ല അവൻ ശാപവാക്കുകൾ പറയുന്ന ഒരാളായി മാറുക എന്നുള്ളത്. അപ്പൊ അത് മോശപ്പെട്ട ഒരു കാര്യമാണ് ശപിക്കുന്നത്. عن حذيفة رضي الله عنه قال حذيفة رضي الله عنه استثناء صحابينا അദ്ദേഹം പറഞ്ഞു ما تلاعن قوم قط إلا حق عليهم اللعنة. ഒരു സമൂഹം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശപിക്കുന്ന ആളുകളാണെന്ന് വിചാരിക്കുക, ഈ നശിച്ചു പോവും, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയാവും, ഇതാവും, അങ്ങനെ ശാപവാക്കുകൾ പറയുന്ന ആളുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്കിൽ അവരുടെ മേലെ തന്നെ അള്ളാഹുവിൽ നിന്നുള്ള ശാപം അല്ലെങ്കിൽ അതുപോലെയുള്ള ശാപത്തിന് കാരണമാകുന്ന ആളുകളായി ലഭിക്കുന്ന ആളുകളായി അവർ മാറും എന്ന് സ്വഹാബി പറയുക ഗൗരവമുള്ള ഒരു കാര്യമാണ്. അപ്പോ ആ സംസാരം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത ബാബു മൻ ലഅന അബ്ദഹു ഫഅതഖഹു. ഒരാൾ അവന്റെ അടിമയെ ശപിക്കുകയാണെങ്കിൽ അവനെ മോചിപ്പിക്കട്ടെ എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവൻ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ്. عن عائشة رضي الله عنها പറയാണ് أن أبا بكر لعن بعض رقيقه. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ചില അടിമകളെ എന്തു ചെയ്തു? ശപിക്കുന്ന തരത്തിലുള്ള വാക്ക് പറഞ്ഞു. فقال النبي صلى الله عليه وسلم إذا പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു يا أبا بكر يا أبو بكر اللعانون والصديقون. ശപിക്കുന്ന ആളുകളും സിദ്ദീഖീങ്ങളും ഒരുപോലെ ആകുമോ, അല്ലെങ്കിൽ അവർ രണ്ടും കൂടി ഒരാളാവുമോ? സിദ്ദീഖുള്ള ഒരാള് ഇങ്ങനെ ശപിക്കുന്ന ആളായി തീരുമോ എന്ന് ചോദിച്ചു. നമുക്കറിയാം അബൂബക്കർ റളിയല്ലാഹുവിന്റെ പേരിന്റെ ഒപ്പം ഉള്ള പേരെന്താണ്, സ്ഥാനപ്പേരെന്താണ്? സിദ്ദീഖ് എന്നാണ്. സിദ്ദീഖിന് അറിയപ്പെട്ട ആളാണ്. അപ്പോ അവിടുന്ന് അങ്ങനെ വന്നപ്പോ സിദ്ദീഖുള്ള ഒരാള് ഇങ്ങനെ ആകുമോ എന്ന് ചോദിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കല്ലാ വറബ്ബിൽ കഅബ. കഅബയുടെ റബ്ബാണ്, അങ്ങനെ ആവില്ല. 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മർറതൈൻ ഔ സലാസൻ, 2 or 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആവർത്തിച്ച് പറയുകയുണ്ടായി. മർറതൈൻ ഔ സലാസൻ, 2 or 3 തവണ ആവർത്തിച്ച്. ഒരിക്കലും സിദ്ദീഖുള്ളവരെ ശപിക്കുന്നവരായില്ല. ഇത് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഫഅതഖ അബൂബക്കർ യൗമഇദിൻ ബഅദ റഖീഖിഹി. അങ്ങനെ തന്റെ അടിമകളിൽ നിന്ന് ചില ആളുകളെ, ശപിച്ച ആളുകളായിരിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോചിപ്പിച്ചു. ثم جاء النبي صلى الله عليه وسلم فقال لا اعود. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെന്ന് പറഞ്ഞു, റസൂലേ ഞാൻ ഇനി ഇത് ആവർത്തിക്കില്ല, ഞാൻ ഇനി ഇത് അങ്ങനെ ചെയ്യുകയില്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഒഴിവ് കഴിവ് പറയാൻ വേണ്ടിയിട്ട്, ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു. അപ്പോ തെറ്റ് പറ്റുന്ന ആളുകൾ ഉണ്ടാകാം, അങ്ങനെ പറഞ്ഞു പോകുന്നവരുണ്ടാകാം,
അല്ലെങ്കിൽ സംഭവിച്ചു പോയവരുണ്ടാകാം. അത് തിരുത്താൻ എത്ര വലിയ കാര്യം ചെയ്തിട്ടാണെങ്കിലും അത് തിരുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. അടുത്ത ബാബു ബാബു ലഅനിൽ കാഫിർ, ഒരു കാഫിറിനെ ശപിക്കുന്നതുമായി ബന്ധപ്പെട്ട് عن أبي هريرة رضي الله عنه قال أبو هريرة رضي الله عنه ذلكയാണ് قيل يا رسول الله دعوا الله على المشركين, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെട്ട റസൂലേ മുശ്രിക്കീങ്ങൾക്കെതിരെ നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു, അഥവാ ശപിച്ചുകൊണ്ട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. قال അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നി ലം ഉബ്അസ് ലആനൻ വലാകിൻ ബുഇസ്തു റഹ്മതൻ, ഞാൻ ഒരിക്കലും ശപിക്കുന്ന ഒരാളായിട്ട് ശാപവാക്കുകൾ പറയുന്ന ഒരാളായിട്ടല്ല എന്നെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്, ഞാൻ കാരുണ്യമായിട്ടാണ് നിയോഗിച്ചിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ മുശ്രിക്കീങ്ങൾ മുസ്ലിമീങ്ങളെ വധിച്ച സമയത്ത്, ഒരു കാരണമില്ലാതെ വധിച്ച സമയത്ത് അല്ലെങ്കിൽ മറ്റു പല സന്ദർഭങ്ങളിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ ദുആ ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഞാൻ അവർക്ക് ശപിക്കുന്ന ഒരാളായിട്ടല്ല അള്ളാഹു എന്നെ നിയോഗിച്ചിട്ടുള്ളത്, എന്നാൽ കാരുണ്യമായിട്ടാണ്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിമീങ്ങൾക്ക് കാരുണ്യമാണ്, നമുക്കറിയാം. മുഅ്മിനീങ്ങൾക്ക് കാരുണ്യ സമയമല്ല. കാരണം നമുക്ക് ലഭിച്ചതിൽ വെച്ച് ഏറ്റവും കാരുണ്യം അതാണ്. നമ്മുടെ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും നമുക്ക് ലഭിച്ച സമ്പത്തിനേക്കാളും നമുക്ക് ലഭിച്ച എന്തിനേക്കാളും വലിയ കാരുണ്യം അള്ളാഹുവിന്റെ എന്താണ്? അള്ളാഹുവിന്റെ റസൂലെ നിയോഗിച്ചു. അതുകൊണ്ടാണ് ഈ ദീൻ നമുക്ക് കിട്ടിയത്, ഈ ഹക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാഫിറുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യമാണ്. അതെങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ മുശ്രിക്കീങ്ങളുടെ മേലെ ശിക്ഷ ഇറങ്ങാതിരുന്നത്. അല്ലാഹു തആല പറഞ്ഞത് നീ അവരുടെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം അവരെ ഞാൻ നശിപ്പിക്കുകയില്ല. അപ്പൊ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാഫിറുകൾക്കും ഒരു കാരുണ്യമായിരുന്നു ഈ അർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കെതിരെ ഒരു കാരണവുമില്ലാതെ ശപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നില്ല. എന്നാൽ അതേസമയം അവർ മുഅ്മിനീങ്ങളെ കൊന്ന സമയത്ത് യുദ്ധ സന്ദർഭത്തിൽ അങ്ങനെ പല ഘട്ടങ്ങളിലും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അടുത്ത ബാബു നമ്മാം, ഏഷണി പറയുന്നതുമായി ബന്ധപ്പെട്ട് ആളുകൾക്കിടയിൽ പരസ്പരം വാക്കുകൾ പറഞ്ഞ് മറ്റൊരാൾ തെറ്റിച്ചു കൊടുത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന രീതിക്കാണ് ഏഷണി എന്ന് പറയുക. അങ്ങനെ ഏഷണി പറയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് عن همام كنا مع حذيفة فقيل له إن رجلا يرفع الحديث إلى عثمان. ഹമ്മാം റഹിമഹുള്ള പറയാണ് ഞങ്ങൾ ഒരിക്കൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു പോയിരുന്നു. അപ്പൊ ഇസ്ലാമിക ലോകത്ത് വളരെയധികം ഒരു ഫിത്ന നടന്നുകൊണ്ടിരിക്കുന്ന അതിന്റെ തുടക്ക കാലഘട്ടമാണ്. അഥവാ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെയെല്ലാം ആളുകൾ പല സംസാരങ്ങളും പറഞ്ഞുണ്ടാക്കുന്ന ഒരു സമയം. ആ സമയത്ത് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ ഒന്ന് പറഞ്ഞു, ഇന്നാലിന്റെ വ്യക്തി ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇന്നതുപോലെ പറഞ്ഞു, ഇന്നതുപോലെ ചെയ്തു, ഇന്നതുപോലെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആളുകളുടെ ഇടയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്നുണ്ട് എന്ന് പറഞ്ഞു, അഥവാ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഫഖാല ഹുദൈഫ, ആ സമയത്ത് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു സമിഅ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ യദ്ഖുലുൽ ജന്നത ഖത്താത്തുൻ, ഖത്താത്തീങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. ഖത്താത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നമ്മാം, നമീമത്ത് പറയുന്ന, ചില റിവായത്തിൽ ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ എന്നൊക്കെ വന്നിട്ടുണ്ട്. നമീമത്ത് പറയുന്ന, ഏഷണി പറഞ്ഞുണ്ടാക്കുന്ന, ആളുകളുടെ ഇടയിൽ കുഴപ്പമുണ്ടാക്കുന്ന ഓരോ കാര്യങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് എത്തിച്ചു കൊടുത്ത് അവിടുന്ന് അങ്ങോട്ട് എത്തിച്ചു കൊടുത്ത് അടിസ്ഥാനമുണ്ടോ ഒന്നും നോക്കാതെ കുഴപ്പമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്ന ആളുകൾ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഈ ഗീബത്ത് നമീമത്ത് പോലെയുള്ള പാപങ്ങളിലൊക്കെ ഒരു അപകടം എന്താ വെച്ച് കഴിഞ്ഞാല് അത് അല്ലാഹുവിനെ ധാരാളം സൂക്ഷിക്കുന്ന, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന, ദീനിന്റെ അടയാളങ്ങൾ കൊണ്ടു നടക്കുന്ന നല്ല ആളുകളിൽ പോലും സംഭവിച്ചു പോകുന്ന കാര്യമാണ്. കാരണം അവരറിയില്ല. പ്രത്യേകിച്ച് ഗീബത്ത് നമീമത്തും ആ തരത്തിൽ അറിയാതെ അവരിൽ കടന്നുകൂടുന്ന ഒരു കാര്യമായിട്ട് മാറും. പക്ഷേ അത് വൻപാപങ്ങളിലാണ് ഉലമാക്കൾ എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ട് ഗൗരവത്തിൽ നാവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ നമീമത്ത് പോലെയുള്ള കാര്യങ്ങളുമായിട്ട് ഒരാൾ വരികയാണെങ്കിൽ നമ്മൾ എടുക്കേണ്ട കാര്യങ്ങൾ എന്താണ്, നമ്മൾ എന്താണ് ചെയ്യേണ്ടതുള്ളത്? ഉലമാക്കൾ പറഞ്ഞു, ഒന്നാമത്തെ കാര്യം, ആ പറഞ്ഞു വരുന്നവനെ ഒരിക്കലും എന്ത് ചെയ്യരുത്, സത്യപ്പെടുത്തരുത്.
ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നമീമത്തുമായി നടക്കുന്ന ആളുകൾ എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ അതിനെ സത്യപ്പെടുത്തരുത്. കാരണം അവൻ കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതാണ്, അതിനെ സത്യപ്പെടുത്തരുത്. 2, അവനെ അതിനെ തൊട്ട് വിരോധിക്കുകയും അവന് നസീഹത്ത് ചെയ്യുകയും വേണം. അത് തെറ്റാണ്, നീ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവനെ വിരോധിക്കുകയും അവനെ തടയുകയും വേണം, നസീഹത്ത് കൊടുക്കുകയും വേണം. 3, അള്ളാഹുവിന് വേണ്ടി അവനെ വെറുക്കണം. അവനാ വിഷയമുള്ളത് കൊണ്ട്, നമീമത്ത് പറഞ്ഞ് നടക്കുന്നത് കൊണ്ട് ആ വിഷയത്തിൽ അള്ളാഹുവിന് വേണ്ടി അവനെ വെറുക്കണം. 4, അവൻ ആരെ പറ്റിയാണോ പറഞ്ഞത് ആ പറഞ്ഞ ആളെ കുറിച്ച് ഒരിക്കലും മോശമായി ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചാൽ എന്തായി? അവന്റെ ഉദ്ദേശം നടന്നു. മോശമായി അവന് ചിന്തിക്കരുത്. 5, ഒരിക്കലും ഈ പറഞ്ഞത് കേട്ടിട്ട് മറ്റേ സഹോദരൻ അങ്ങനെയാണോ എന്ന് രഹസ്യമായി അവന്റെ രഹസ്യം ചുരുങ്ങി അന്വേഷിക്കാൻ നടക്കരുത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അപ്പൊ ആ നമീമത്തിന്റെ ആ ഒരു വശത്തിലേക്ക് പോകരുത്, ആ ഒരു ഇതിലേക്ക്. അതുപോലെ തന്നെ ഈ നമീമത്ത് പോലുള്ള കാര്യങ്ങൾ അത് കേൾക്കുന്ന, അത് വിശ്വസിക്കുന്ന, അത് തൃപ്തിപ്പെടുന്ന അവസ്ഥയും ഉണ്ടാകാൻ പാടില്ല. അത് തൃപ്തിപ്പെടുന്ന അവസ്ഥയും ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ ചില കാര്യങ്ങൾ നമീമത്തുമായി ആരെങ്കിലും വന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, അവനെ സത്യപ്പെടുത്താൻ പാടില്ല, അവനത് നിർത്തിക്കണം, അവനെ ഉപദേശിക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിന് വേണ്ടി അവനെ വെറുക്കണം. ആരെ പറ്റിയാണോ പറഞ്ഞത് അവനെ പറ്റി മോശമായി വിചാരിക്കരുത്. ആ കേട്ട കാര്യം ശരിയാണോ അല്ലയോ എന്ന് അന്വേഷിക്കണം എന്ന നിലയ്ക്ക് ഒരു മുഅ്മിന്റെ രഹസ്യം ചുഴിഞ്ഞ് അന്വേഷിക്കാനും പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി നമീമത്ത് പറയൽ അല്ലെങ്കിൽ അനുവദനീയമായിട്ടുള്ള മേഖലകൾ ഗൈബത്ത് പോലെ തന്നെ അങ്ങേയറ്റത്തെ ശർഈയായ ഒരു മസ്ലഹത്ത് ഉണ്ടെങ്കിൽ മാത്രം, അതുകൊണ്ട് ദീനിന് കോട്ടം തട്ടുന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവനെ കൊണ്ടുള്ള ഉപദ്രവമുണ്ട് എന്നുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ ഒരാളുടെ കാര്യം മറ്റൊരാളുടെ ചെന്ന് പറയാൻ പറ്റുകയുള്ളൂ. അതും അതിന് അവകാശപ്പെട്ട ആളുകളെടുത്ത്, ഭരണാധികാരിയുടെ അടുത്തോ അല്ലെങ്കിൽ ഖാദിയുടെ അടുത്തോ അല്ലെങ്കിൽ ഇമാമിന്റെ അടുത്തോ അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ അത് അറിയിക്കാൻ പാടുകയുള്ളൂ. അത് അത്രയും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ മാത്രം. അപ്പോൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ഏഷണി പോലെയുള്ള കാര്യങ്ങൾ. അടുത്ത ഹദീസ് عن أسماء بنت يزيد قالت قال النبي صلى الله عليه وسلم أسماء بنت يزيد رضي الله عنها പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബിഖിയാരിക്കും, നിങ്ങളിൽ ഏറ്റവും ഖൈറുള്ള ആളുകൾ ആരാണെന്ന് ഞാൻ അറിയിക്കട്ടെയോ? ഖാലു, അവിടുന്ന് പറഞ്ഞു, ബല, സഹാബികൾ പറഞ്ഞു, അതെ അറിയിക്കണം റസൂലേ. ഖാല, അപ്പോൾ പറഞ്ഞു, അല്ലദീന ഇദാ റുഉ ദുഖിറല്ലാഹ്, അവരെ കാണപ്പെട്ടാൽ, അവരെ കണ്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിക്കപ്പെടും. അവരെ കാണപ്പെട്ടാൽ അല്ലാഹുവിനെ ഓർമ്മിക്കപ്പെടും. അഫലാ ഉഖ്ബിറുക്കും ബിശിറാരിക്കും, നിങ്ങൾ ഷർറ് നിറഞ്ഞ ആളുകളെ പറ്റി ഞാൻ അറിയിക്കട്ടെയോ? സഹാബികൾ പറഞ്ഞു, ഖാലു ബല, അതേ റസൂലേ. ഖാല അൽ മശ്ശാഊന ബിന്നമീമ അൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബ അൽ ബാഗൂന അൽ ബുറാ അൽ അനത. അൽ മശ്ശാഊന ബിന്നമീമ, നമീമത്ത് കൊണ്ട് നടക്കുന്ന ആളുകൾ, ഏഷണി പറഞ്ഞ് നടക്കുന്ന ആളുകൾ. അൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബ, പരസ്പരം സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെട്ടിട്ടുള്ള, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന ആളുകളുടെ ഇടയിൽ ഫസാദ് ഉണ്ടാക്കുന്നവർ. 3, അൽ ബാഗൂന അൽ ബുറാ അൽ അനത, തെറ്റുകൾക്കൊന്നും പോകാത്ത ഒഴിവായി നിൽക്കുന്ന ഒരാളെ തെറ്റിലേക്ക് കൊണ്ടുപോയി നയിക്കുന്ന, അതുപോയി തെറ്റിലേക്ക് നയിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളാണെന്ന് പറഞ്ഞു. ഈ ഹദീസിൽ 2 കൂട്ടരെ പറ്റിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒന്ന്, ജനങ്ങളിൽ ഖൈർ നിറഞ്ഞ ആളുകൾ, അവരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിശേഷണം എന്താണ്? അവരെ കണ്ടു കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഓർമ്മ വരും. അവർ അവരുടെ ഇബാദത്തുകൾ കൊണ്ടാകാം, അവരുടെ അള്ളാഹുവിനോടുള്ള സൂക്ഷ്മത കൊണ്ടാകാം, അവരുടെ സംസാരം കൊണ്ടാകാം. അവരെ കണ്ടാൽ, അവരോട് സംസാരിച്ചാൽ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത് ഖൈർ നിറഞ്ഞ ആളുകളുടെ അടയാളമാണ്. ഖൈർ നിറഞ്ഞ ആളുകൾ, അവരുടെ ഖുശൂഅോ അവരുടെ തഖ്വയോ അവരുടെ രൂപമോ അവരുടെ ബാക്കി തവാദുഅോ വിനയമോ അവരുടെ സ്വഭാവമോ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് കാണുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അവർ ഖൈർ നിറഞ്ഞ ആളുകളാണ്. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ അങ്ങനെയുള്ള ആളുകളാണോ? നമ്മളെ കണ്ടാൽ അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന ഒരവസ്ഥയിൽ നമ്മളായിത്തീർണം. അതാണ് ഖൈറുള്ള ആളുകൾ. ഷെറ് നിറഞ്ഞ ആളുകൾ എന്ന് പറഞ്ഞാൽ 3 കൂട്ടരെ പറ്റിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞത്. ഒന്ന്, നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ട് അൽ മശ്ശാഊന ബിന്നമീമ, ഏഷന് പറഞ്ഞു നടക്കുന്ന ആളുകൾ. 2,
പരസ്പര സ്നേഹബന്ധത്തിലുള്ള കൂട്ടുകാരാകാം, കുടുംബക്കാരാവാം, ഭാര്യ ഭർത്താവാകാം, മാതാപിതാക്കളാകാം, അല്ലെങ്കിൽ മകനും ഉപ്പയുമാകാം, അങ്ങനെയുള്ള ആരാണെങ്കിലും അവരുടെ ഇടയിൽ ഫസാദ് ഉണ്ടാക്കാൻ, കുഴപ്പമുണ്ടാക്കാൻ നടക്കുന്ന ആളുകൾ. മൂന്നാമത്തേത് മാന്യമായി നടക്കുന്ന ആളുകളായിരിക്കും, സാധുക്കളായിരിക്കും. അവരെ കൊണ്ടുപോയി ഓരോ തെറ്റിലേക്ക് നയിക്കുന്ന, അതിലേക്ക് പ്രേരിപ്പിക്കുന്ന ആളുകൾ. ഇങ്ങനെയുള്ള ആളുകളെല്ലാം ചെറു നിറഞ്ഞ ആളുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. അങ്ങനെയുള്ള ആളുകളെ സൂക്ഷിക്കണം. ആ സ്വഭാവം നമ്മളിൽ ഇല്ലാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അടുത്ത ബാബ് മൻ സമിഅ ബിഫാഹിശത്തിൻ ഫഅഫ്ശാഹ. എന്തെങ്കിലും ഒരു ഫഹിശത്ത് കേട്ടിട്ട്, ഫഹിശത്ത് എന്ന് പറഞ്ഞാൽ മോശമായ സംസാരങ്ങൾ, പ്രത്യേകിച്ചും വ്യഭിചാരവുമായി ബന്ധപ്പെട്ടിട്ട് അതിലേക്ക് നയിക്കുന്ന ആ തരത്തിലുള്ള സംസാരങ്ങൾ, അത് കേൾക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുടെ അവസ്ഥയെ സംബന്ധിച്ചിട്ടാണ് ഈ ബാബിൽ ഹദീസുകൾ കൊടുത്തിട്ടുള്ളത്. عن علي بن أبي طالب رضي الله عنه قال القائل الفاحشة والذي يشيع بها في الإثم سواء. അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു ഫഹിശത്ത്, മ്ലേച്ഛമായിട്ടുള്ള കാര്യം പറയുന്നവൻ, അതിനെ പ്രചരിപ്പിക്കുന്നവൻ, ഈ രണ്ടാളുകളും പാപത്തിന്റെ വിഷയത്തിൽ ഒരുപോലെയാണ്. രണ്ടുപേരും ഒരുപോലെ കുറ്റക്കാരാണ്. ഇത് ഇന്ന് കാലഘട്ടത്തിൽ വളരെയധികം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഓരോ മെസ്സേജ് നമ്മൾ ടൈപ്പ് ചെയ്തോ അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്തിട്ടോ ഷെയർ ചെയ്യുമ്പോഴേക്ക് ചിലപ്പോൾ ഒരു വാക്ക്, ആ വാക്ക് വേറെ ആൾ പറഞ്ഞതായിരിക്കും, നമ്മൾ പറഞ്ഞതൊന്നാവില്ല. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് യാതൊന്നും അറിവുണ്ടാവില്ല. പക്ഷേ ഈ ഷെയർ ചെയ്യലും മറ്റും വഴി ആയിരക്കണക്കിന് ആളുകളിലേക്ക് അത് എത്തുന്ന അവസ്ഥ ഇന്നുണ്ട്, ഇന്ന് ധാരാളമുണ്ട്. അപ്പൊ അത് പറഞ്ഞ ആളും വ്യക്തമായിട്ടുള്ള സംസാരങ്ങൾ അത് നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അത് പറഞ്ഞ ആളും അത് പ്രചരിപ്പിച്ച ആളും ഒരുപോലെ കുറ്റത്തിൽ സമന്മാരാണ് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അസറിൽ നമുക്ക് കാണാം. അപ്പൊ ഗൗരവമുള്ള ഒരു കാര്യമാണത്. സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ ഗൗരവത്തിൽ ശ്രദ്ധിച്ചിരുന്ന, മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഇതേ ആശയത്തിൽ മറ്റൊരു അസർ കാണാം. عن شبيب بن عوف قال كان يقال من سمع بفاحشة فأفشاها فهو فيها كالذي أبداها. സഹാബികളുടെ ഇടയിൽ പറയപ്പെടാറുണ്ടായിരുന്നു, ഒരു ഫാഹിശത്ത്, ഒരു ഫുഹ്ശത്ത്, ഒരു മ്ലേച്ഛമായ കാര്യം അത് കേട്ടിട്ട് അത് പ്രചരിപ്പിക്കുന്ന ഒരുത്തൻ അത് അത് തുടങ്ങിയവനെ പോലെ തന്നെയാണ് എന്ന് പറയാറുണ്ട്. ഒരിക്കലും ഇതുപോലെയുള്ള വാർത്തകളിലേക്ക് നമ്മൾ ചെവി കൊടുക്കാനോ അല്ലെങ്കിൽ അതിൽ ഇടപഴകാനോ അതിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അതുമായിട്ട് ബന്ധപ്പെടാനോ നമ്മൾ ഒരിക്കരുത്. നമ്മൾ അതിൽ ഒഴിഞ്ഞു മാറി നിൽക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അത് ഇന്ന് അറിയാതകപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള സംസാരങ്ങൾ നമ്മൾ ഒഴിവായിരിക്കണം. അതാ ഇബ്നു അബീ റബാഹ്, താബീങ്ങളിൽ പെട്ട പണ്ഡിതൻ, അദ്ദേഹം പറയാറുണ്ട്, അദ്ദേഹം പറയുമായിരുന്നു, അദ്ദേഹത്തിന്റെ വീക്ഷണം, ഈ ഫുഹ്ശത്തുകൾ, മോശമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളുടെ വീക്ഷണം, അന്നഹു കാന യറാ അന്നകാല അലാ മൻ അശാഅ അസ്സിന, വ്യഭിചാരമോ മറ്റുള്ള കാര്യങ്ങൾ, യഖൂലു അശാഅ അൽ ഫാഹിഷ, അതുപോലെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളെ ചങ്ങലക്കിടണമാണ്, അതാണ് അവരുടെ മേലെയുള്ള വിധി എന്നാണ് ഖാദിയായിരുന്ന, ആലിമായിരുന്ന അതാ ഇബ്നു അബീ റബാഹയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വീക്ഷണം ഉണ്ടായിരുന്നത്. ചങ്ങലക്കിട്ട് ബന്ധിപ്പിക്കണം അവരെ, ആ ശിക്ഷ അവർക്ക് കൊടുക്കണമെന്ന്. അങ്ങനത്തെ വാർത്ത പ്രചരിപ്പിച്ച ആളുകളെ പറയുന്നത്, ചെയ്ത ആളുകളല്ല, പ്രചരിപ്പിച്ച ആളുകളുടെ മേലെ അതാണ് വിധി എന്ന് അദ്ദേഹത്തിന്റെ വീക്ഷണ പ്രകാരം അദ്ദേഹം കണ്ടിരുന്നു. ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മോശമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളായിട്ട് നമ്മൾ പെടരുത്. അത് ചെയ്യുന്ന ആളുകളാകാൻ പാടില്ല, സംസാരിക്കുന്ന ആളുകളാകാൻ പാടില്ല. ഇനി ആരെങ്കിലും ചെയ്താലോ ആരെങ്കിലും സംസാരിച്ചാലോ അതിനെ പ്രചരിപ്പിക്കുന്ന ആളായിട്ട് നമ്മൾ മാറാൻ പാടില്ല. അത് ഒഴിവായി നിൽക്കുക. നമ്മളതിന് ഒഴിവായതൊന്നും ഒരു കുഴപ്പമുണ്ടാകാൻ പോകുന്നില്ല. നമ്മളത് അതിൽ നിന്ന് ഒരു ഒഴിവായി നിന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ഇതുപോലുള്ള കുറ്റത്തിൽ അകപ്പെടും. അടുത്ത ബാബുൽ ഇയ്യാം, നേരത്തെ ബാബു പോലെ തന്നെ മറ്റുള്ളവരുടെ ന്യൂനതകൾ അത് പ്രചരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. عن علي قال علي بن ابي طالب رضي الله عنه തന്നെ പറഞ്ഞ ഒരു അസർ, لا تكونوا عجلا مذايع بدرا. നിങ്ങൾ എന്തെങ്കിലും ന്യൂനതകൾ, മറ്റുള്ളവരുടെ കുറവുകൾ, മറ്റുള്ളവരുടെ ന്യൂനതകൾ, മറ്റുള്ളവരുടെ പാപങ്ങൾ കേട്ടാൽ ധൃതിപ്പെട്ട് അത് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന, അറിയിക്കുന്ന ആളായി മാറരുത്. فإن من ورائكم بلاء مبرحا مبلحا وأمورا متماحلة رضحا. അതിനുശേഷം, ആ പ്രചരിപ്പിന് ശേഷം നിങ്ങൾക്ക് വരാനിരിക്കുന്നത്
അതികഠിനമായിട്ടുള്ള ബലാഅൻ മുബരിഹൻ എന്ന് പറഞ്ഞാൽ മശക്കത്ത് നിറഞ്ഞ കടുപ്പമായിട്ടുള്ള ബലാഅകൾ നിങ്ങൾക്ക് വരാനുണ്ട്. പല ന്യൂനതകളും കുറവുകളും പ്രചരിപ്പിക്കുന്ന അവസ്ഥയിലായാൽ അത് നീണ്ടു നിൽക്കുന്ന ഫിത്നയായിട്ട് തന്നെ നിലനിൽക്കും. ഉമൂറൻ മുതമാഹിലത്തൻ എന്ന് പറഞ്ഞാൽ അത് നീണ്ടു നിൽക്കുന്ന ഒരു ഫിത്നയായി നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകും എന്ന് അലി റളിയല്ലാഹു അൻഹു ഓർമ്മിപ്പിക്കുന്ന ഒരു വാക്കാണ്. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതുപോലെ ന്യൂനതകൾ, പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളുടെ ന്യൂനതകൾ ചൊരിഞ്ഞന്വേഷിക്കാനേ നിൽക്കരുത്. അത് വളരെ നമ്മെ അപകടത്തിലാക്കുന്ന കാര്യമാണ്. അത് പ്രചരിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഗൗരവമാണ്. عن أبي جبير بن ضحاك رضي الله عنه قال فينا نزلت في بني سلمة ولا تنابزوا بالألقاب. سورة الحجرات له 11ാമത്തെ ആയത്തിൽ ولا تنابزوا بالألقاب, നിങ്ങൾ പരസ്പരം ഇരട്ട പേരുകൾ, ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത പേരുകൾ അത് വിളിക്കരുത് എന്നുള്ള ആയത്ത് ഖുർആനിലുണ്ട്. പലപ്പോഴും ആളുകൾക്കിടയിൽ, പ്രത്യേകിച്ച് കുട്ടികൾക്കിടയിൽ ഉണ്ടാവുന്ന ഒരു സ്വഭാവമാണ് കേൾക്കുന്ന ആൾക്ക് ഇഷ്ടമില്ലാത്ത തരത്തിലുള്ള പേരുകൾ പരസ്പരം വിളിക്കുക എന്നുള്ളത്. അത് അല്ലാഹു തആല ശക്തമായി വിരോധിച്ചിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യരുത് എന്നുള്ള ആയത്ത് ബനൂ സലമയുടെ വിഷയത്തിലാണ് ഇറങ്ങിയത് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഖദിബ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലൈസ മിന്നാ റജുലുൻ ഇല്ലാ ലഹു ഇസ്മാൻ. ബനൂ സലമ ഗോത്രത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ആ വന്ന സമയത്ത് ബനൂ സലമയിൽ ഒരാളുമില്ല ഇരട്ട പേരില്ലാതെ, എല്ലാവർക്കും എന്തെങ്കിലും മറ്റൊരു പേരും ഉണ്ടാവും. അത് അവരുടെ ഒരു ശീലമായിട്ടുണ്ടായിരുന്ന കാര്യമായിരുന്നു. എല്ലാവർക്കും ഒരു ഇരട്ടപ്പേരുണ്ടാവും, അത് വെച്ചിട്ടാണ് വിളിക്കാറുണ്ടായിരുന്നത്. അങ്ങനെ ഫജഅല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് വന്നു. അവർ ശേഷം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയില്ല ഈ രണ്ട് പേരുള്ളതാണ്, അയാൾക്ക് ഇഷ്ടമല്ലാത്തതാണെന്നും അറിയില്ല. ആളുകൾ വിളിക്കുന്നത് കേൾക്കാറുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ യാ ഫുലാൻ ഇങ്ങനെ വിളിച്ചു. അയാൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. ഫയഖൂലൂൻ, അപ്പോൾ ബനൂ സലമയിലുള്ള ആളുകൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നഹു യഗ്ദിബ് മിൻഹു, റസൂലേ ആ വാക്ക് അവന് കേൾക്കുന്നത് ഇഷ്ടമല്ല, അവന് ദേഷ്യം വരുന്ന വാക്കാണ് നിങ്ങൾ വിളിച്ചത് എന്ന് പറഞ്ഞു. കാരണം വിശ്വാസിക്ക് അറിയില്ല, അവരങ്ങനെ വിളിക്കുന്നത് കേട്ടിട്ട് വിശ്വാസം വിളിച്ചതാണ്, പക്ഷെ അത് അയാൾക്ക് ഇഷ്ടമല്ലാത്ത പേരാണ് എന്ന് അറിയിച്ചു. അങ്ങനെ ആ വിഷയത്തിൽ അവരുടെ മേലെ ഇറങ്ങിയ ആയത്താണ് വലാ തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ ഇരട്ട പേരുകൾ, ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത പേരുകൾ പരസ്പരം വിളിക്കുന്ന അവസ്ഥ നിങ്ങളിൽ ഉണ്ടാകരുത് എന്നുള്ള ആയത്ത് ഇറങ്ങിയത് അതിന്റെ മേലെയാണ് എന്ന് അറിയിക്കാം. അപ്പോ ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അത് മോശപ്പെട്ട ആളുകളുടെ സ്വഭാവമാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കിടയിൽ അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ ഉണ്ടാകുന്നതാണ്. ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത പേര് വിളിച്ച് കളിയാക്കിക്കൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പേര് വിളിക്കാൻ പാടില്ല. അത് അല്ലാഹു തആല വിരോധിച്ചിട്ടുള്ള കാര്യമാണ്. അനി ഇക്രിമ ഖാല, ഇക്രിമ റളിയല്ലാഹു അൻഹു പറയാണ്, ലാ അദ്രി അയ്യുഹുമാ ജഅല ലിസാഹിബിഹി തആമൻ ഇബ്നു അബ്ബാസ് ഔ ഇബ്നു അമ്മ. ഒരിക്കൽ ഇബ്നു അമ്മയോ ഇബ്നു അബ്ബാസോ ഇതിൽ ആരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം ഉണ്ടാക്കിയത് എന്നറിയില്ല. അവിടെ ഒരു ഭക്ഷണത്തിന്റെ സദസ് ഉണ്ടായിരുന്നു, ഭക്ഷണം ഒരുക്കിയപ്പോൾ സദസ് ഉണ്ടായിരുന്നു. ഫബൈന അൽ ജാരിയ തഅമലു ബൈന ഐദീഹിം, അവിടെ ഒരു അടിമപ്പെണ്ണുണ്ടായിരുന്നു. അവരുടെ കാര്യങ്ങൾക്ക് ഭക്ഷണം വിളമ്പാനും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ അടിമപ്പെണ്ണുണ്ടായിരുന്നു. ഇത് ഖാല അഹദുഹും ലഹാ, അങ്ങനെ വന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ ആ പെണ്ണിനെ നോക്കി വിളിച്ചു, യാ ജാരിയ, വ്യഭിചാരിണിയായ പെണ്ണെ എന്ന് വിളിച്ചു. അടിമപ്പെണ്ണായിട്ടുള്ള ജോലിക്ക് കിട്ടുന്ന പെണ്ണിനെ വിചാരിണി എന്ന് വിളിച്ചു. ഫഖാല മഹ്, അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഹ്, മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ഇല്ലം തഹുദ്ദക ഫിദ് ദുനിയ തഹുദ്ദക ഫിൽ ആഖിറ, നീ വിളിച്ചതിന് ദുനിയാവിൽ അവൾ നിനക്ക് എന്തെങ്കിലും ശിക്ഷ നൽകാൻ വേണ്ടി പറഞ്ഞിട്ടില്ല എങ്കിൽ പരലോകത്ത് നിനക്ക് അവളിൽ നിന്ന് നാളെ പരലോകത്ത് അവൾ നടപ്പിലാക്കും എന്ന് പറഞ്ഞ് ഓർമ്മപ്പെടുത്തി. അതായത് ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട്. അപ്പൊ ഇത് പറഞ്ഞ ആള് ചോദിച്ചു, ഖാല അഫറഅയ്ത ഇൻ കാന കദാക്, അവൾ അങ്ങനെയുള്ള പെണ്ണാണെങ്കിലോ, അവൾ വ്യഭിചാരിണിയായ പെണ്ണാണെങ്കിലോ, അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് എങ്കിലോ ചോദിച്ചു. ഖാല, അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫാഹിഷ് വൽ മുതഫഹിഷ്, അല്ലാഹു തആല ഇതുപോലെയുള്ള മേച്ചതകൾ ചെയ്യുന്ന ആളെ ഇഷ്ടപ്പെടുന്നില്ല, അത് ആളുകൾക്കിടയിൽ പറയുന്ന ആളെയും ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അപ്പോൾ ആലോചിച്ച് നോക്കി, ഒരു ആള് ആ പെണ്ണ് അങ്ങനത്തെ പെണ്ണാവട്ടെ, ചെയ്ത പെണ്ണാവട്ടെ, അല്ലാത്ത പെണ്ണാവട്ടെ,
ആ പെണ്ണ് ആളുകൾക്ക് മുമ്പിൽ വെച്ച് ഇങ്ങനെ വിളിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ വിളിച്ചതിന് പകരം അള്ളാഹുവിൽ നിന്ന് ദുനിയാവിൽ വെച്ച് നടപ്പിലാക്കിയതിന് പരലോകത്തെ കുറ്റങ്ങൾക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ആളാണെങ്കിലോ അപ്പോ പറഞ്ഞ കാര്യമാണ്, ഈ മ്ലേച്ഛത ചെയ്യുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല, അള്ളാഹു വെറുക്കുന്നു. അതുപോലെ തന്നെ അത് പറഞ്ഞ് വരച്ചുന്ന ആളുകളെയും അള്ളാഹു വെറുക്കുന്നു. അപ്പൊ ഇതുപോലെയുള്ള സംസാരങ്ങൾ, വാക്കുകൾ നമ്മുടെ സമൂഹത്തിൽ എങ്ങാനും ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ സുരക്ഷിതത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നാണ് മാറി നിൽക്കുക. കേൾക്കാത്ത അറിയാത്ത പോലും ആളെ പോലെ നിൽക്കുക. അതിലിടപെട്ട് അതിൽ മുഴുകി അതിനെ ആളുകൾക്ക് അറിയിക്കുന്ന എത്തിക്കുന്ന ഒരാളായിട്ട് മാറുകയാണ് എങ്കിൽ അത് മോശപ്പെട്ട ഒരു കാര്യമാണ്. അതിന്റെ അവസാനം എന്താകുമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലും എത്തും. അടുത്ത ബാബു മാ ജാഅ ഫി തമാദുഹ്, പരസ്പരം പുകഴ്ത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് ഒരാൾ മറ്റൊരാളെ ഇങ്ങനെ പുകഴ്ത്തുകയാണ്, ഈ നല്ല ആളാണ്, നല്ല ഇബാദത്ത് ചെയ്യുന്ന ആളാണ്, നല്ല കഴിവുള്ള ആളാണ്, ആ രീതിയിലൊക്കെ പ്രത്യേകിച്ച് ദീനിന്റെ വിഷയത്തിൽ പരസ്പരം പുകഴ്ത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അത് പാടുമോ ഇല്ലയോ അതുമായി ബന്ധപ്പെട്ടുള്ളത്. عن أبي بكرة أن رجلا ذكر عند النبي صلى الله عليه وسلم فأثنى عليه رجل خيرا. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വേറൊരാളെ പറ്റി ഇങ്ങനെ പറഞ്ഞു, വേറൊരാളെ പറ്റി ഇങ്ങനെ പറയാം, അവിടെ ഉണ്ടായിരുന്ന ആളെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്ന അവസ്ഥയുണ്ടായി, അല്ലെങ്കിൽ ഒരാളെ പറ്റി ഇങ്ങനെ പറയാം. അപ്പൊ ഇങ്ങനെ കേട്ടപ്പോ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈഹക ഖതഅത ഉൻഖ സാഹിബിക്, നിനക്ക് നാശം, നീ നിന്റെ സഹോദരന്റെ, നിന്റെ കൂട്ടുകാരന്റെ മുതുക് അല്ലെങ്കിൽ കഴുത്ത് ഒടിക്കുകയാണ്, വെട്ടുകയാണ്, അതായത് അവനെ നശിപ്പിക്കുകയാണ് എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. യഖൂലു മറാറൻ അങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇൻ കാന അഹദുക്കും മാദിഹൻ ലാ മഹാല, ഇനി നിങ്ങൾക്കൊരാൾക്ക് മറ്റൊരാളെ മദ്ഹ് ചെയ്യണം, പുകഴ്ത്തണം എന്ന് നിർബന്ധമാണ് എങ്കിൽ ഫൽയഖുൽ, അവൻ പറയട്ടെ, അഹ്സിബു കദാ വകദാ, അവൻ ഇന്ന പോലെ നല്ല ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നുള്ള വാക്കിൽ പറയട്ടെ. ഇൻ കാന യറ അന്നഹു കദാലിക്, അങ്ങനെയാണ് അവനിൽ കാണുന്നത് എങ്കിൽ വഹസീബുഹു അല്ലാഹ്, അവനെ യഥാർത്ഥത്തിൽ വിചാരണ ചെയ്യുന്നവൻ അള്ളാഹുവാണ്. വലാ യുസക്കി അലല്ലാഹി അഹദാ, അള്ളാഹുവിനേക്കാൾ ഒന്നിനെയും നമ്മൾ എന്ത് ചെയ്യില്ല, അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്നിനെയും നമ്മൾ അമിതമായി പുകഴ്ത്തില്ല എന്നും പറയട്ടെ എന്നുള്ളത്. അതായത് ഒരാളെ പുകഴ്ത്തുക എന്നുള്ളത് രണ്ടവസ്ഥയുണ്ട് ദീനിൽ. തീരെ പാടില്ലാത്തതുമുണ്ട്, എന്നാൽ അനുവദനീയമായ മേഖലയുണ്ട്. പാടില്ലാത്ത മേഖലയുമുണ്ട്, അനുവദനീയമായ മേഖലയുണ്ട്. പാടില്ലാത്ത മേഖല എന്ന് പറഞ്ഞാൽ ആ പുകഴ്ത്തൽ കൊണ്ട് അവന് ഉജുബുണ്ടാവുകയും കിബറുണ്ടാവുകയും അവന് മറ്റു പല ദോഷങ്ങൾ ഉണ്ടാവുകയും അവൻ വഞ്ചിതനാവുകയും അവൻ ശൈത്താന്റെ കെണിയിൽ അകപ്പെടുമെന്ന് ഭയപ്പെടുന്നുണ്ട് എങ്കിൽ എന്ത് പാടില്ല, അവനെ നേരിട്ടോ അല്ലെങ്കിൽ ആളുകൾക്ക് മുമ്പിൽ വെച്ചോ പുകഴ്ത്താൻ പാടില്ല. എന്നാൽ ഒരാൾ അതിൽ നിന്ന് സുരക്ഷിതനാണ് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ, അങ്ങനെയൊന്നും അവന് ബാധിക്കില്ല എന്ന് മനസ്സിലാവുകയാണെങ്കിൽ പുകഴ്ത്തൽ അനുവദനീയവുമാണ്. അപ്പൊ ഇവിടെ ഈ മദ്ഹ് ചെയ്യുന്നതിൽ കാണിക്കേണ്ട ഒരു മര്യാദ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളെ പുകഴ്ത്തി പറഞ്ഞേ തീരൂ എന്നുണ്ട് എങ്കിൽ അയാളെ പുകഴ്ത്തി പറയണം, നമുക്ക് അത്ര ആഗ്രഹമാണ്, മറ്റൊരാളുടെ മുമ്പിൽ അയാളുടെ ഗുണങ്ങൾ അറിയിക്കണം എന്നുള്ള ആഗ്രഹമാണ് എങ്കിൽ, നമ്മളൊരാളെ കണ്ടു, അയാളുടെ ഗുണങ്ങൾ കണ്ടു, അയാളുടെ നല്ല ചില കാര്യങ്ങൾ കണ്ടു, അത് നമ്മൾ വേറെ ആൾക്കാരുടെ മുമ്പിൽ പറയുകയാണെങ്കിൽ പറയുക, അഹ്സിബു കദാ വകദാ, ഞാൻ വിചാരിക്കുന്നു അവൻ അങ്ങനെയൊക്കെയാണ് എന്ന്. അവൻ അങ്ങനെ തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാനല്ല, ഞാൻ കരുതുന്നു അവൻ അങ്ങനെയാണ്. വഹസീബുഹു അല്ലാഹ്, യഥാർത്ഥ കാര്യം എന്താ ആർക്കറിയുള്ളൂ. ചിലപ്പോൾ ചില ആളുകൾ പുറത്ത് മാന്യന്മാരായിരിക്കും, നല്ല ആളുകളായിരിക്കും, പക്ഷേ രഹസ്യ ജീവിതത്തിൽ ഏറ്റവും മോശമായിരിക്കും, ഏറ്റവും വൃത്തികെട്ടവനായിരിക്കും. വഹസീബുഹു അല്ലാഹ്, അവനെ യഥാർത്ഥത്തിൽ വിചാരണ ചെയ്യുന്നതും അവന്റെ കാര്യങ്ങൾ അറിയുന്നവനും അള്ളാഹുവാണ്. വലാ യുസക്കി അലല്ലാഹി അഹദാ, അള്ളാഹുവിന്റെ മേലെ നമ്മൾ ഒരാളെയും എന്ത് ചെയ്യുന്നില്ല, പുകഴ്ത്തുന്നില്ല എന്നും പറയട്ടെ എന്ന് പറഞ്ഞു. അതായത് പിന്നെ ഒരാളുടെ ഖൈർ പറഞ്ഞുകൊണ്ട് അവനെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുന്ന അവസ്ഥ ഇല്ല എന്ന നിലക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മദ്ഹ് ചെയ്യുമ്പോൾ കാണിക്കേണ്ട ഒരു അദബാണ് ഞാൻ അങ്ങനെ വിചാരിക്കുന്നു എന്ന നിലക്ക് മാത്രം പറയൽ. الحديث عن أبي موسى رضي الله عنه قال سمع النبي صلى الله عليه وسلم رجلا يثني على رجل ويثريه. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരാളെ പറ്റി പുകഴ്ത്തുന്നത് കേട്ടു, ഒരാൾ വേറൊരാളെ പുകഴ്ത്തുന്നത് കേട്ടു. പുകഴ്ത്തി അവൻ പരിധി വിട്ടുപോയി. യുസ്രീഹ് എന്ന് പറഞ്ഞാൽ പരിധി വിട്ട് പുകഴ്ത്തി. ഫഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്ലക്തും ഔ ഖതഅതും വഹറ അഹ്ലക്തും ഔ ഖതഅതും ബഹറ റജുൽ, നീ
ആ വ്യക്തിയുടെ പിന്നെ മുതുക് ഒടിക്കുകയാണോ, അല്ല അവനെ നശിപ്പിച്ച് കളയാണോ, ഇങ്ങനെ പറഞ്ഞിട്ട് അവനെ നശിപ്പിച്ച് കളയാണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയുണ്ടായി. അപ്പോ ഗൗരവത്തിലുള്ള ഒരു കാര്യമാണത്. ഇതേ ആശയത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭത്തിൽ പറഞ്ഞ ഹദീസുകൾ വരുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ അൻ ഇബ്രാഹിം അത്തൈമി അൻ അബീഹി ഖാല കുന്നാ ജുലൂസൻ ഇൻദ ഉമർ ഫാസ്നാ റജുലുൻ അലാ റജുലിൻ ഫീ വജ്ഹിഹി. ഒരിക്കൽ പിന്നെ ഇബ്രാഹിം അത്തൈമി പറയുകയാണ്, അദ്ദേഹത്തിന്റെ ഉപ്പ ഉദ്ധരിച്ചതായിട്ട്, അവർ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരാൾ മറ്റൊരാളെ പറ്റി ഇതേപോലെ ഇങ്ങനെ നേരെ മുഖത്തോട് മുഖിരുന്നിട്ട് ഇങ്ങനെ പൊക്കി പറയാണ്, ഇങ്ങനെ പുകഴ്ത്തി പറയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഖർത റജുൽ അഖറഖല്ലാഹ്, അവനെ നീ നശിപ്പിച്ചു, അള്ളാഹു നിന്നെയും നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. അതായത് നാശത്തിന്റെ അർത്ഥത്തിലല്ല, നാശം ഉണ്ടാവുന്ന അർത്ഥത്തിലല്ല, നീ ചെയ്തത് വലിയ അബദ്ധമാണ് എന്നറിയിക്കുന്ന രീതിയിൽ ഉമർ റളിയല്ലാഹു അൻഹു അവനെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ വളരെ ഗൗരവത്തിൽ നാം ഒഴിവാക്കേണ്ട, ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ചില ഹദീസുകളിൽ വരുന്നുണ്ട്, ആ പറയുന്ന ആളുകളുടെ പിന്നെ മുഖത്തേക്ക് അല്ലെങ്കിൽ മണ്ണെടുത്തെറിയാൻ പറഞ്ഞ രീതിയിൽ വരെ ഹദീസുകൾ വന്നിട്ടുണ്ട്. അൻ ഉമർ ഖാല, മറ്റൊരു അസറിൽ കാണാൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ മദ്ഹു ദബ്ഹുൻ, ഒരാളെ പുകഴ്ത്തുക എന്നുള്ളത് അവനെ അറുക്കുന്നത് പോലെയാണ്. കാരണം അവന്റെ ഹൈറുകളെ ഇല്ലാതാക്കുന്ന, അതിന് തടസ്സമാകുന്ന ഒരു കാര്യമാണ് ഒരാളെ പരിധി വിട്ടുകൊണ്ട് പുകഴ്ത്തുക എന്നുള്ളത്. ആ തരത്തിലുള്ള കാര്യമാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തി. അടുത്ത ബാബു മൻ അസ്നാ അലാ സാഹിബിഹി ഇൻ കാന ആമിനൻ ബിഹി. ഇനി ഒരാൾക്ക് പുകഴ്ത്തിയത് കൊണ്ട് കുഴപ്പമുണ്ടാവൂല എന്ന് അത്രയും നമുക്ക് ഉറപ്പുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, അവൻ അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവൂല എന്ന് നമുക്ക് ഉറപ്പുണ്ടാവുകയാണെങ്കിൽ അത് പറയാവുന്നതാണ്, ഒരാളെ പുകഴ്ത്താവുന്നതാണ് എന്നുമായി ബന്ധപ്പെട്ടുള്ളതാണ്. عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال. أبو هريرة رضي الله عنه ذكرنا حديث الكلام നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിഅ്മ റജുലു അബൂബക്കർ എന്തൊരു നല്ല മനുഷ്യനാണ്. നിഅ്മ റജുലു ഉമർ എന്ത് നല്ലൊരു മനുഷ്യനാണ്. നിഅ്മ റജുലു അബൂ ഉബൈദ എന്ത് നല്ല മനുഷ്യനാണ്. നിഅ്മ റജുലു ഉസീദ് ഇബ്നു ഹുബൈർ എന്ത് നല്ല മനുഷ്യനാണ്. നിഅ്മ റജുലു സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ഷമ്മാസ് എത്ര നല്ല വ്യക്തിയാണ്. നിഅ്മ റജുലു മുആദ് ഇബ്നു അംർ ഇബ്നു ജമൂഹ് എന്ത് നല്ല വ്യക്തിയാണ്. നിഅ്മ റജുലു മുആദ് ഇബ്നു ജബൽ എന്ത് നല്ല വ്യക്തിയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകളെ പറ്റി പറഞ്ഞു. ഖാല, എന്നിട്ട് പിന്നെ പറഞ്ഞു, വബിഅ്സ റജുലു ഫുലാൻ ഹത്താ അദ്ദ സബഅതൻ. ഇതുപോലെ 7 ആളുകളെ പറഞ്ഞു, അതുപോലെ മോശപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞ് 7 ആളുകളെ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അത് പുകഴ്ത്തലാണ്. ഇതവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറ്റി പുകഴ്ത്തി പറഞ്ഞു എന്നുള്ളത് എത്ര നല്ല കാര്യമാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആ കൂട്ടർക്ക് ഒരു ദോഷവും ഉണ്ടാകില്ല എന്നതുകൊണ്ട്. ഇതിൽ നമുക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അറിയാം, ഉമർ റളിയല്ലാഹു അൻഹുവിനെ അറിയാം, അബൂ ഉബൈദ അമീനുൽ ഉമ്മ എന്നറിയപ്പെടുന്ന സഹാബിയാണ്. അതുപോലെ ഉസീദ് ഇബ്നു ഹുബൈർ എന്നുള്ളത് അദ്ദേഹം അൻസാരി ആയിട്ടുള്ള വ്യക്തിയാണ്, ഔസ് ഗോത്രക്കാരനാണ്. അദ്ദേഹം അഖബ ദിവസത്തിൽ വന്നിട്ടുള്ള, മക്കയിലേക്ക് എത്തിയിട്ടുള്ള, ഇസ്ലാം ആദ്യകാലത്ത് സ്വീകരിച്ച അൻസാരിയായ വ്യക്തിയാണ് ഉസീദ് ഇബ്നു ഹുബൈർ എന്ന് പറയുന്ന വ്യക്തി. അതുപോലെ തന്നെ സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ഷമ്മാസ് എന്നുള്ളത് അൻസാരികളിൽപ്പെട്ട ഖതീബായിരുന്ന, നല്ല ശബ്ദം ഉയർന്ന ആളായിരുന്നു സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ഷമ്മാസ് എന്നുള്ള സഹാബി. നല്ല രീതിയിൽ ഖുതുബ പറയാൻ കഴിവുള്ള, പ്രസംഗിക്കാൻ കഴിവുള്ള, നല്ല ശബ്ദമുള്ള ആളായിരുന്നു. ഈ സഹാബയുടെ ഒരു സംഭവമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സൂറത്തുൽ ഹുജറാത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ശബ്ദം ഉയർത്തരുത് എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിലേക്ക് വരാതെ, മജ്ലിസിലേക്ക് വരാതെയായി. കാരണം അദ്ദേഹത്തിന് ശബ്ദം കൂടുതലാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ശബ്ദം കൂട്ടിയിട്ട് നാശം സംഭവിക്കുന്ന, നരകാവകാശിയാകുന്ന ഒരു അവസ്ഥ ആവരുന്നുള്ളതുകൊണ്ട് വരാതെയായി. അങ്ങനെ ഈ സഹാബിയെ കാണാതായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചു, മാ ശഅ്നു സാബിത്ത്, എന്താണ് സാബിത്തിന് പറ്റിയത്, എന്താണ് അവന് ബുദ്ധിമുട്ടെല്ലാം ഉണ്ടോ? അങ്ങനെ ആളുകൾ പോയിട്ട് അന്വേഷിച്ചു എന്താണ് കാര്യം എന്നുള്ളത്.
അങ്ങനെ അന്വേഷിച്ച് വന്നിട്ട് പറഞ്ഞു, ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, ഉൻസിലത് ഹാദിഹിൽ ആയ വലഖദ് അലിംതും അന്നി മിൻ അർഫഇകും സൗതൻ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅന മിൻ അഹ്ലിൻ നാർ. നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശബ്ദം കൂടുതൽ എനിക്കാണ്. അപ്പൊ ഞാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഏറ്റവും ശബ്ദം ഉണ്ടാക്കാറുള്ളത്. അപ്പൊ ഇന്റെ മേലെ ഇറങ്ങിയതാണ് ആയത്ത്, ഞാൻ നരകാവകാശി ആയിട്ടുണ്ട്, ഇത് പേടിച്ചിട്ടാണ് വരാത്തതെന്ന് പറഞ്ഞു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ ഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശിയാണെന്ന് അറിയിക്കാൻ പറഞ്ഞു. അതാണ് സാബിത്ത് ഇബ്നു ഖൈസ് എന്നുള്ള വ്യക്തി. മറ്റൊരു സഹാബിയെ പറ്റി കേട്ട് പരിചയമില്ലാത്ത, പിന്നെ മുആദ് ഇബ്നു ജബലാണ്, നമുക്ക് കേട്ട് പരിചയമുള്ള സഹാബിയാണ്. കേട്ട് പരിചയമില്ലാത്തൊരു സഹാബി മുആദ് ഇബ്നു അംർ ഇബ്നുൽ ജമൂഹ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അത് ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആളുടെ പേര് നിങ്ങൾക്ക് അറിയാത്തതാണ്. ആളാരാന്ന് വെച്ച് കഴിഞ്ഞാല് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന സംഭവമുണ്ട്. ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് രണ്ട് ചെറുപ്പക്കാരായിട്ട്, രണ്ട് കുട്ടികളായിട്ടുള്ള ആ ചെറുപ്പക്കാർ, വളരെ കുട്ടികൾ എന്ന് പറയാം, രണ്ടാളുകൾ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയാൻ എന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവർ വന്നിട്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ അം ഹൽ തഅരിഫു അബാ ജഹൽ, എന്റെ അമ്മ എന്ന് പറഞ്ഞാൽ ബഹുമാനത്തോട് വിളിക്കുന്നതാണ്, നിങ്ങൾക്ക് അബൂജഹൽ ഇതിൽ ആരാന്നറിയോ? മുശ്രിക്കുകൾ നോക്കിയിട്ട് ഇതിൽ അബൂജഹൽ ആരാന്ന് ചോദിച്ചു. അപ്പൊ റസൂൽ നഅം, എനിക്ക് അറിയാന്ന് പറഞ്ഞു. ചോദിച്ചു, നിങ്ങൾക്ക് എന്തിനാ അവനെ പറ്റി അറിയുന്നത്, എന്തിനാ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ അറിയിക്കപ്പെട്ടിട്ടുണ്ട് അബൂജഹലിനെ എന്ത് ചെയ്യാറുണ്ട്, അബൂജഹൽ മക്കത്ത് വെച്ചിട്ട് നബിസല്ലല്ലാഹു വളരെയധികം ഉപദ്രവിച്ചിട്ടുണ്ട്, ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് അവനെ കൊല്ലണം, അതിന് വേണ്ടിയിട്ടാണ് ചോദിച്ചു. അത് കുറച്ച് കഴിഞ്ഞിട്ട് അബൂജഹൽ വന്നപ്പോ പിന്നെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു കാണിച്ചു കൊടുത്തു, ഇന്ന ഹാദാ സ്വാഹിബുക്കും അല്ലദീ സഅൽതുമാനി, നിങ്ങൾ ചോദിച്ച ആള് അതാണ് എന്ന് പറഞ്ഞു. അത് കുറച്ച് കഴിഞ്ഞിട്ട് യുദ്ധമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഈ രണ്ടാളുകൾ ഉണ്ടായിരുന്നു, രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു. ആ രണ്ടാളുകളും വന്നിട്ട് പറഞ്ഞു, ഞാനാണ് അവനെ കൊന്നത്. മറ്റേ ആളും പറഞ്ഞു, ഞാനാണ് അവനെ കൊന്നത്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങളെ വാളുണ്ടോ, വാള് കഴുകിയിട്ടുണ്ടോ, കാണട്ടെ പറഞ്ഞു. രണ്ടാളുടെ വാളിലും എന്തുണ്ടായിരുന്നു, ആ രക്തത്തിന്റെ അടയാളം ഉണ്ടായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് പിന്നെ കിലാകുമാ ഖതലഹു, രണ്ടാളും കൂടിയിട്ടാണ് അവനെ കൊന്നത് എന്ന് പറഞ്ഞു. അതിൽ ഒരു വ്യക്തിയാണ് മുആദ് ഇബ്നു അംർ ഇബ്നുൽ ജമൂഹ്, രണ്ടാമത്തെ വ്യക്തിയാണ് മുആദ് ഇബ്നു അഫ്റാ എന്ന് പറയുന്നത്. അപ്പോ അതിലൊരു വ്യക്തിയാണ് വിശ്വാസം പറഞ്ഞത്, അയാളും എന്ത് നല്ല വ്യക്തിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പോ ചില ആളുകളെ അവർക്ക് ദോഷം വരില്ല, അവർക്ക് അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല, അവർക്ക് ബോധ്യമുണ്ട്, അവരുടെ കുറവുകൾ ബോധ്യമുണ്ട്, അവർക്ക് ഒഴുകുകയോ കിബറോ ഒന്നും ബാധിക്കില്ല എന്ന് വിശ്വാസമുണ്ട് എങ്കിൽ അവരെ പുകഴ്ത്തുന്നത് കൊണ്ട്, അവരെ പറ്റി നല്ലത് പറയുന്നത് കൊണ്ട്, അവരുടെ മുമ്പിൽ പറയുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല. നബി എപ്പോഴും അല്ലാത്തപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അധികം ആളുകൾക്ക് ഏതവസ്ഥയായിരിക്കും, പുകഴ്ത്തൽ കേട്ട് കഴിഞ്ഞാൽ ഒഴുകു വരുന്ന കിബർ വരുന്ന അവസ്ഥയായിരിക്കും. അങ്ങനെയുള്ളവരടുക്കൽ പറയാനും പാടില്ല. അടുത്ത ബാബുകൾ അടുത്ത ദിവസം നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സ്വല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.